ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവൾ കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എൻ്റെ ബേബിയുടെ പർപ്പസ്. എൻ്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാണ്. ചെയ്തോ ഞാൻ പറഞ്ഞു, എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ, അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട്. എന്റെ കൊച്ചു പോയില്ലേ ഇപ്പൊ. നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെയാണ്. എങ്ങനെയാണ് അത് ആവൂല, ആകാത്തതിനോ കിരി കൊടുക്കേണ്ടി വരും. പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും ബേബി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത്ര പെയിൻ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലും കേൾക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ആൾക്കാരോടുള്ളത്. ഞങ്ങളുടെ ബേബി തിരിച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇനി ഇവിടെ ഒരു ബിസിനസ് നടക്കരുത്. നോർമലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബിക്കും ഇനി ഇങ്ങനെ പറ്റരുത്. നമസ്കാരം. ഇടപ്പള്ളി പത്തടിപ്പാലത്തെ കിൻഡർ ആശുപത്രിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. 10 ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ചളിക്കവട്ടം സ്വദേശിയായുള്ള റൊമാരിയോയുടെയും അലീനയുടെയും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ് മരണപ്പെട്ടത്. 15-ാം തീയതി ഇവിടെ പ്രസവത്തിനെത്തി. 16-ാം തീയതി പ്രസവം നടന്നു. അതിനുശേഷം കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കുഞ്ഞ് മരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. പൾമണറി ഹൈപ്പർ ടെൻഷൻ വന്നിട്ടാണ് കൊച്ചിന് ഇത് സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതെ വെയിറ്റ് ചെയ്ത് 3 വർഷമായിട്ടാണ് കിട്ടിയത്. 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾ എന്തോ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ബേബിയാണെന്നറിയോ, അതിനിങ്ങനെ വന്നു. അത് ഇവര് കാരണം. ഇവര് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ള അജണ്ട കാരണം. പക്ഷെ ചെയ്യേണ്ട സ്ഥലത്ത് സിസേറിയൻ ചെയ്യണം. ചെയ്യേണ്ട സ്ഥലത്ത് സിസേറിയൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇനി ഒരു ബേബിക്ക് ഇവിടെ വരരുത്. എൻ്റെ ബേബിയുടെ പർപ്പസ്, അവളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവൾ കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എൻ്റെ ബേബിയുടെ പർപ്പസ്. എൻ്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാണ്. കിലോ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ കിട്ടിയത് കൊച്ച നോർമൽ ഡെലിവറിക്ക് വേണ്ടി സമയം കൊടുത്ത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ പുറത്തേക്ക് എടുത്തത്. അത് എൻ്റെ വൈഫിന് എൻഡോമെട്രിയോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അത് കാരണം അവർക്ക് സെർവിക്സ് എന്തായാലും ഓപ്പൺ ആൻ ടൈം എടുക്കും. ഡോക്ടർ തന്നെ പറഞ്ഞത് നമ്മുടെ അടുത്ത് യൂട്രസിന് കട്ടി കൂടുതലുണ്ടെന്നാണ്. എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആക്കി? അത് നമ്മുടെ നോർമൽ ഡെലിവറിക്ക് അവരുടെ മാർക്കറ്റ് അവർ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, നോർമൽ ഡെലിവറി പഴങ്കഥയല്ലാന്ന് പറഞ്ഞിട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊച്ചിനെ കൊന്നേട്ടോ. അത് നന്നായിട്ട് അത് അതിന്റെ സമയത്ത് നോക്കിയാൽ സുഖപ്രസവമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് സിസേറിയൻ എടുക്കട്ടെ അവള് പറഞ്ഞു. സിസേറിയൻ ചെയ്തോ ഞാൻ പറഞ്ഞു, എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ. എന്റെ കൊച്ചു പോയി. കൊച്ചിന്റെ ലെങ്സിലേക്ക് മഷി പോയതാണ്. രാവിലെ വെളുപ്പിന് മഷി പോയതാ. കൊച്ചിന്റെ ഉള്ളില് മഷി പോയെന്ന് അവര് വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോ കണ്ടതാ. എന്നിട്ട് പിന്നെ അവര് ഉച്ചക്കാണ് 11:28 എന്നെ ഡെലിവറി ആയത്. അത് നോർമലായിട്ട് തന്നെയല്ല, വാക്യൂം ചെയ്താണ് എടുത്തത്. അപ്പൊ എന്റെ കണ്ടീഷൻസ് ഒക്കെ അവർക്ക് അറിയായിരുന്നിട്ടും അവര് നോർമൽ ഡെലിവറി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ, അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട്. എന്റെ കൊച്ചു പോയില്ലേ ഇപ്പൊ. എന്റെ മോളെ ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. എന്റെ പൊന്നെ ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. കാണിച്ചില്ലല്ലേ നീ? കാണിച്ചില്ല പൊന്നെ, എന്നെ കാണിച്ചില്ല കൊച്ചില്ല. എന്റെ പൊന്നെ, എന്റെ പൊന്നെ കേട്ടടാ
നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വേണ്ടിയോണ്ട് കൊച്ചിനെ കൊല്ലാൻ പറ്റില്ല. ശിശുവിനെ ചെയ്യാൻ പറഞ്ഞല്ലോ അവള്. നിങ്ങൾ ചെയ്യാറില്ല അത്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള സുഖമായിട്ട് 2,800 പ്രസവിച്ച കൊച്ചാണ്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം വന്നത്? എന്തുകൊണ്ട് പ്രശ്നം വന്നത്? നിങ്ങൾ ഉത്തരം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം അറിയുള്ളൂ. ഈ മഷി പോയിട്ടുണ്ടായ പ്രശ്നം ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്ഥിരീകരിക്കാതെ വേറെ സ്ഥലത്തോട്ട് പോയി. പിന്നെ പ്രസവ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തിരക്കാണെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് വിട്ടോളാം. അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞുവിടുന്നത് മനസ്സിലാകണ്ട. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വാഗും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഡെലിവറിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. ചികിത്സ ആളുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കാണണം. ലിസി ഹോസ്പിറ്റൽ ഇവിടെ അപ്പൊ നിങ്ങൾ ഭയങ്കര അതൊക്കെ ആ ഡോക്ടറെ അതുപോലെ ആക്കിയിട്ട് പ്രസവിപ്പിക്കാണ്ട് കൊന്നു വിടണം. അപ്പൊ വിവരം എന്താ മനസ്സിലാവും. അതൊക്കെ എന്തിനാ ഡോക്ടറെ ആക്കിയിരിക്കുന്നത്? എല്ലാവർക്കും സുഖപ്രസവം കൊടുക്കാൻ കൊടുക്കട്ടെ. എല്ലാത്തിനും കൊല്ലിരിക്കാം. ഇത് ഒന്നല്ല, ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ഇപ്പൊ ഇത് എല്ലാവരും കൊന്നെടുക്കണേ പണ്ടാരക്കാലന്മാർ. അവർക്ക് പറയാൻ എന്താണുള്ളത്? ഇത്ര സംസാരിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റോടെ പോയി, ഈ ചികിത്സിച്ച ഡോക്ടറോടെ പോയി, അവരോടെ പോയി നിങ്ങൾ വിളിക്കുന്നത്. അവരിതിന് ഉത്തരം തന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഡോക്ടറെ പോയി നമുക്കറിയണം. അവരുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഇത്രക്ക് ഈ ഒരു സംഭവം ഉണ്ടാവൂലേ? ഉണ്ടാക്കോ അവര്? ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് പകരം ആ പ്രസവിക്കുന്ന സമയത്ത് ഒന്നിലും അങ്ങോട്ട് കൊണ്ടുപോകണവർ. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ബുദ്ധിമുട്ടി കുട്ടികളെന്ന് കരഞ്ഞ സമയത്ത് ഇവിടെ കണ്ടിരിക്കണവർ പോലും കരഞ്ഞു പോയെന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാല. നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെയാണ്. എങ്ങനെയാണ് അത്? ആവൂല. ആകാത്തതിനൊക്കെ ഇത് കൊടുക്കേണ്ടി വരും. എല്ലാ കൊച്ചുങ്ങളും തന്നെയായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് കാണിക്കണം, 4 ദിവസം കഴിഞ്ഞ് കാണിക്കണം. അങ്ങനെയാണ് ഇവിടെ ആശ പിടിക്കാൻ വേണ്ടിയാണ്.
ഇത്രയും ബാഡായിട്ടുള്ള ട്രീറ്റ്മെന്റാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ ഓഫറും കണ്ടിട്ട് ഒരാൾ ഇവിടെ വന്ന് കയറരുത്, പെട്ടുപോകും. ഇതേപോലത്തെ അവസ്ഥ വരും. വേറെ ആർക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 15-ാം തീയതിയാണ് ഞങ്ങൾ അഡ്മിറ്റ് ആയത്. 16-ാം തീയതി രാവിലെ ഞങ്ങൾക്ക് 15-ാം തീയതി രാത്രി തന്നെ എനിക്ക് ട്യൂബൊക്കെ ഇട്ട് പെയിൻ വന്നു. 2 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിൻ തന്നു, പെയിൻ വരാനായിട്ടുള്ള മെഡിസിനൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വികസനം കുറവായിരുന്നു. വജൈനൽ ഓപ്പണിങ് എനിക്ക് ഓപ്പണായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് PV എൻ്റെ ചെയ്ത് നോക്കിയത്. അപ്പോഴേക്കും വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും മെക്കോണിയം റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സംസാരിക്കണതാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാണ്ടായപ്പോഴേക്കും ഞാൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്നെ എന്തെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എനിക്ക് പറ്റുന്നില്ല, ബേബി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവർ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും ബേബി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കുറേ കഴിഞ്ഞ് ഏകദേശം ഒരു 11 അല്ലെങ്കിൽ 10:45 വരെ എന്നെ അവിടെ ഇട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുള്ളിൽ ഞാൻ പറയുന്നുണ്ട് ഹസ്ബൻഡിനെ വിളിക്കുക, എനിക്ക് പറ്റുന്നില്ല, ഹസ്ബൻഡിനെ വിളിക്കുന്ന ഒരു 10,000 തവണ ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടെങ്കിലും എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഇവനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടോ അവർ കേട്ടില്ല. ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ വിളിച്ചതാണ്. പക്ഷേ അവർ ഹസ്ബൻഡിനെയും വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല, പുറത്ത് എൻ്റെ അപ്ഡേറ്റ്സും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്നവരെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞു കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന്. അത്രയും പ്രശ്നം എനിക്ക് എൻഡോമെട്രിയോസിസ് അഡ്നോമൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ തിക്കായിട്ടുള്ള യൂട്രസ് ആയിരുന്നു. അത് അവർക്ക് ഓൾറെഡി അറിയാവുന്ന എനിക്ക് ഇത്രയും കേസസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവർ ഫയലൊന്നും സ്റ്റഡി ചെയ്യാതെ വെറുതെ എല്ലാവരെയും വന്ന് പ്രസവിപ്പിക്കുക. ഇവരുടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് സുഖപ്രസവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ ഫുൾ ബോർഡ്. അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. നോർമൽ ഡെലിവറിക്ക് വേണ്ടി അവർ ഏത് അറ്റം വരെയും പോകും. ഒട്ടും പറ്റുന്നില്ല എന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും അവർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രൈ ചെയ്തുകൊണ്ട് അല്ല 16-ാം തീയതി 11:28 എൻ്റെ ഡെലിവറി ആയത്. എന്നിട്ടും ഓപ്പൺ ആയില്ല എൻ്റെ സർവിക്സ്. അവർ വാക്യൂം വെച്ചിട്ട് അടുത്ത് അത് അത്രയും എൻ്റെ കണ്ടീഷൻ അവർ സ്റ്റഡി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ അതിനനുസരിച്ച് ചെയ്യായിരുന്നു. പക്ഷേ ഇതെല്ലാം അവർ ഈക്വലായിട്ട് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ളൊരു അജണ്ട മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ബേബി പോയി. അല്ലെങ്കിൽ എനിക്ക് ബേബിനെ കിട്ടിയാൽ ഇല്ല ബേബി അത് വന്നതാണെങ്കിൽ കുറച്ച് വൈകിട്ടാണ് കരഞ്ഞതും. പിന്നെ അത് കഴിഞ്ഞ് ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ NICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. NICUയിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് വേഴ്സാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോടാണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തത്. ആളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കുറേ ഡിലേ, ഏകദേശം ഒരു 4 മണിക്കൂർ 11:30 പ്രസവം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് കൊച്ചിനെ NICUയിൽ മാറ്റിയിട്ട് രാത്രി 12 മണിക്കൂറാണ് ഇവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അത് അത്രയും ഡിലേ വരേണ്ട കാര്യം ഇവർക്ക് 3 ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കാനില്ലെങ്കിൽ ഇവർ നേരത്തെ തന്നെ ചെയ്യുക. അവർക്ക് എത്ര കൊച്ചിൻ്റെ ജീവനല്ലേ വലുത്, അല്ലാണ്ട് ഇവർക്ക് ഇവിടെ ആൾക്കാർ കാണാനാണ് ഇവർക്ക് പ്രശ്നം. ഇവരപ്പം തന്നെ ഈ ഡിലേക്ക് 9:30 എന്നെ വിളിച്ച് 8:30 ഇവിടെ നിന്ന് വിളിച്ചത്. 8:30 വിളിച്ചിട്ടുണ്ട് റെന്നെ മെഡിസിറ്റിയിൽ ബെഡ് റെഡിയാണ് സാറിൻ്റെ മറ്റേ അനുവാദം ഉണ്ടെങ്കിൽ 10 ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ NICUയിലേക്ക് വന്നപ്പോൾ ഡോക്ടറിന് അവിടെ ബെഡ് ഒഴിവില്ല. അത് കഴിഞ്ഞ് അമൃതയിൽ വിളിച്ച് ബെഡ് ഒഴിവില്ല. അങ്ങനെ ലാസ്റ്റ് വിളിച്ച് ലാസ്റ്റ് വന്നതാണ് ഈ ആസ്റ്റർ മെഡിസിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നിന്ന് 11:30 അപ്പോൾ അത്രയും ടൈം എന്തുകൊണ്ട് ഡിലേ? ഇവർക്ക് നേരത്തെ ചെയ്യാൻ പാടില്ല. ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഡോക്ടർ തന്നെ എടുത്ത് പറഞ്ഞതാണ് ഇവിടെ നൈട്രിക് ഓക്സൈഡ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഇല്ലയെന്ന്. കുഞ്ഞിന് എന്ത് പറ്റിയാന്ന് ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് മെക്കോണിയം അകത്ത് പോയിന്ന് ഞങ്ങളുടെ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഡോക്ടർ. പിന്നെ ഞങ്ങളിത് കംപ്ലൈൻ്റ് ആയി പറഞ്ഞപ്പോഴേക്കും അവർ പറയും മെക്കോണിയം റിലേറ്റഡ് അല്ല, ഇത് പല റീസൺസ് ആകാം, ഇതിന് പല റീസൺസും കൊണ്ട് ഇതൊക്കെ വരാമെന്നാക്കി അവർ. മെക്കോണിയം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു ഇത് ആരുടെ അടുത്ത് ചോദിച്ചാലും മഷി അകത്തുപോയാൽ അപ്പം തന്നെ സിസേറിയൻ എല്ലായിടത്തും ചെയ്യുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇവർ സമ്മതിച്ചേ തരുന്നില്ല. എന്നിട്ട് മെക്കോണിയം റിലീസായിട്ടും അവർ അതല്ല റീസൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേബിക്ക് വേറെ എന്തെങ്കിലും റീസൺ ആവാം, ചെറിയൊരു പെർസെൻറ്റേജ് പല റീസൺ കൊണ്ട് വരാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞങ്ങളുടെ ബേബി തിരിച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഇനി ഇവിടെ ഒരു ബിസിനസ് നടക്കരുത്, നോർമലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബിക്കും ഇനി ഇങ്ങനെ പറ്റരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ പോലീസ് സർജൻ ഞങ്ങളോട് പറഞ്ഞത് മെക്കോണി ആസ്പിറേഷൻ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്, വേറെ ഒരു പ്രശ്നവും ഞങ്ങളിപ്പോൾ കാണുന്നില്ല. ഇനി റിപ്പോർട്ടൊക്കെ വരുമ്പോഴേക്കും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അറിയിച്ചുകൊണ്ടാണ് ഇവരെ അറിയിക്കാൻ ഞങ്ങൾ വന്നത്. മെക്കോണി ആസ്പിറേഷൻ കൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇത് വന്നതെന്ന് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളാദ്യം ഈ കാര്യം ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ മീറ്റിംഗ് വെച്ചിട്ട് ഇവർ പറഞ്ഞത് ബേബിക്ക് ഓൾറെഡി ലങ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു അത് നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ എന്താണ് റിപ്പോർട്ട് സ്കാനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല അത് അങ്ങനെ നമുക്ക് പുറത്തേക്ക് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ലങ്സിനെ കുറിച്ച്. അങ്ങനെയൊക്കെ അത്രയും
സില്ലിയായിട്ട് അവർ ഇതിനെ കാണുന്നത്. അതിലിടയ്ക്ക് ഇവിടെ ഒരു ലേഡി നമ്മൾ സംസാരിച്ചുകൊണ്ട് സൈഡിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പറഞ്ഞിട്ട്. ഞങ്ങൾ അത്രയും ഗ്രീഫിൽ നമ്മൾ അത്രയും പെയിൻ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലും കേൾക്കാനുള്ള മനസാക്ഷിയും ഇല്ലാത്ത ആൾക്കാരുടെ ഉള്ളത്. ഇവിടെ ഇതൊക്കെ കോമൺ ആണ്. മെക്കോണി റിലീസ് ചെയ്താലും ഇവരിങ്ങനെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറയണേ മെക്കോണിയൊക്കെ റിലീസ് ചെയ്യുന്ന ഭയങ്കര സാധാരണമാണ്. ഇവിടെ അങ്ങനെ ഇന്ന സമയം കൊണ്ട് ഡെലിവറി ചെയ്യണമെന്നില്ല. അതിന് ടെക്നിക്കലി മെഡിക്കൽ ടേം അങ്ങനെയുണ്ട്. മെഡിക്കൽ പ്രോട്ടോക്കോൾ പറയുന്നത് മെക്കോണി റിലീസ് ചെയ്താലും കുറച്ച് മണിക്കൂറൊന്നും കുഴപ്പമില്ല. അത് എത്ര മണിക്കൂറാണ് എൻ്റെ ബേബി വയറ്റിൽ മെക്കോണി ഇട്ടിട്ട് കിടന്നത്. എന്നിട്ട് അവർ പറയാം ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യാറെന്ന്, ഇവിടെ ആ ഡോക്ടർ അങ്ങനെയാണ് ചെയ്യാറെന്നാണ് പറഞ്ഞത്. 15-ാം തീയതി അഡ്മിറ്റായി. 16-ാം തീയതി നമ്മൾ എന്ത് ചെയ്യണം, മീൻസ് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയനോ പ്ലാനിലായി നമ്മൾ അഡ്മിറ്റായി. 16-ാം തീയതി രാവിലെ 6 മണിയാകുമ്പോൾ റെഗുലർ സ്കാനിങ് പ്രകാരം നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഒരു വളരെ മൈൽഡായിട്ടുള്ള മക്കോണിയം ഉണ്ട്. അത് ആക്ച്വലി ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ പ്രകാരം എമർജൻസി LSCS ആവശ്യമില്ലാത്ത സിറ്റുവേഷനാണ്. അതിനുശേഷം നമ്മൾ റെഗുലർ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ CTG, അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനുള്ള മോണിറ്ററും കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്നും കുഞ്ഞിന് ഡിസ്ട്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 11-28 നോർമൽ ഡെലിവറിയായി. ഇൻ ബിറ്റ്വീൻ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരം നമ്മൾ മെക്കോണിയത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഷൈനിങ്ങിനെ കുറിച്ചിട്ട് റെഗുലറായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി LS പോകേണ്ട ഇൻഡിക്കേഷൻ ആസ് പെർ പ്രോട്ടോക്കോൾ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇല്ലാത്ത കാരണം നമ്മൾ സർജറിയിലേക്കും കടന്നില്ല. 11-28 ആയപ്പോഴത്തേക്ക് നമ്മൾ ഡെലിവറി ആയി. നോർമൽ ഡെലിവറിയാണ് ആയത്. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കമ്പാനിയൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കൂടുതൽ ഫാമിലി ഉണ്ടായിരുന്ന സിറ്റുവേഷനാണ്. നോർമൽ ഡെലിവറി ആയതിനു ശേഷം കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി ഡിസ്ട്രസ് കണ്ടപ്പോൾ നോർമൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗ്രേഡ് 1 അല്ലെങ്കിൽ അതിൻ്റെ ബിലോയിലോ എമർജൻസി LS ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത കാരണം നമ്മളത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഡിസ്ട്രസ് കണ്ടപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്ത ആ സമയത്ത് കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകേണ്ടതാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാതെ വന്നപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും, അതായത് മക്കളുടെ ഷെല്ലിംഗ് പോലെ അല്ലാതെ എന്തെങ്കിലും ക്ലിനിക്കലി ഇൻഡിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ശേഷം പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ അവർ ആവശ്യപ്പെട്ടവരെ നമ്മുടെ എല്ലാ ക്ലിനിക്കൽ ഡേറ്റയും മീൻസ് നമ്മുടെ ഫയൽസ് എല്ലാം അവർക്ക് കോപ്പി കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് നമ്മുടെ ക്ലിനിക്കലി എക്സ്പ്ലനേഷൻ നമ്മൾ പോയിട്ടുള്ളതാണ്. ഇന്റർ ഹോസ്പിറ്റൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ആസ് പെർ ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ച് ചെയ്തതിൻ്റെ പോയിരിക്കുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ച് 16-ാം തീയതി നോർമൽ ഡെലിവറിയാണ്. 16-ാം തീയതി ഡെലിവറിയുടെ ശേഷമാണ് ഈ സംഭവങ്ങൾ. 15 അഡ്മിറ്റ് ചെയ്ത് 16-ാം തീയതി രാവിലെ തന്നെ ഡെലിവറി. 16-ാം തീയതി നോർമൽ ഡെലിവറി. അപ്പം കൂടുതലും അതായത് ഒരു ലെമൻ റെസ്പിറേറ്ററി പ്രോബ്ലം സാധാരണ മെക്കോണിയം സ്റ്റെൻറ്റിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. കഥ വന്നാൽ തന്നെ അത് നോർമൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നതാണ്. പക്ഷേ മൈൽഡ് മെക്കോണിയം സ്റ്റെയിനിൽ കാണേണ്ട പ്രോഗ്രസ് കാണാത്ത കാരണം വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സംഭവം. പേഷ്യൻറ്റിന് നമ്മളെല്ലാം ആ സമയത്തെല്ലാം ബ്രീഫ് കൊടുക്കുന്ന ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? നമ്മൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. കാര്യം 11 മണിക്ക് ഡെലിവറിയായി ഈവനിങ് ആയി നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പോലും മുന്നോട്ട് വരാതെ ഒരു സത്യസന്ധമായ ഒരു വാക്ക് പറയാതെ അവർ മാറിക്കളഞ്ഞു. ക്യാമറ ഹോസ്പിറ്റലിൽ ഒരു തെറ്റ് പറ്റിയെങ്കിൽ ഒരു സോറി പറയാനോ അത് ന്യായീകരിക്കാനോ ഒന്നും വരാതെ അവർ ഒളിച്ചു മാറിക്കളഞ്ഞു. അപ്പോൾ അവരുടെ അത്രയ്ക്കും കുറവുള്ള ഒരു പോരായികയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അത്രയ്ക്കും തെറ്റായ ഒരു ചികിത്സയും തെറ്റായ രീതിയിലുള്ള ആ ഒരു കൊള്ളൂരാത്ത സമീപനോട് കൊച്ചില്ല. ഒരു ജീവൻ കൊടുക്കേണ്ട അടുത്ത് ജീവൻ കളഞ്ഞിട്ട് അതിനെ മഷി തിരിച്ചു കൊന്നതാണ്. അവൾ എന്ത് ഡോക്ടറാണ് അവള്? ആശുപത്രി അധികൃതർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അതായത് ഈ പ്രസവ സമയത്ത് മെക്കോണിയം സ്റ്റെയിൻഡ് അമ്നോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ശ്വാസകോശ സംബന്ധമായുള്ള പ്രശ്നം ഉണ്ടായത് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം സമയത്ത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് എന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് കൃത്യമായ ചികിത്സയാണ് നൽകിയത്. അവർക്ക് ഇവിടെ കുഞ്ഞിൻ്റെ ചികിത്സ കൂടുതൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് ബന്ധുക്കൾ ഇന്ന് ഈ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഇവിടെ എത്തി വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയത്. എന്തായാലും
കളമശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചേരാനല്ലൂർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. കാരണം കുട്ടി മരിച്ചത് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ടാണ്. എന്തായാലും ഒരുപാട് ഏറെ ആഗ്രഹിച്ച് ഉണ്ടായൊരു കുഞ്ഞാണ്. ആ കുഞ്ഞാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ ഒരുപക്ഷെ ഈ സിസേറിയൻ നടത്തിയെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് മാതാപിതാക്കൾ വ്യക്തമാക്കിയത്. കൊച്ചിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.